വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ശർക്കര ഒരു 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 3-4 ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചരി, ഒരു കപ്പ് പച്ചരി 8 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതാണിത്. ഇനി വേണ്ടത് പാളയംകോടൻ പഴമാണ്, അല്ലെങ്കിൽ മൈസൂർ പഴം എന്ന് പറയും. അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചരിയും പഴവും ശർക്കര വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് ഒരു 7-8 മണിക്കൂർ പുളിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഒരു അപ്പച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. അത് നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും എള്ളും ചേർക്കാവുന്നതാണ്, ഓപ്ഷണലാണത്. ഞാനത് രണ്ടും ചേർക്കുന്നില്ല. ഇനി നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ബാറ്റർ ഓരോരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇത് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാൻ മറന്നു പോകരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലത്തെ ഭാഗമൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പം ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ സൈഡും കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇത്രയും മതി. ഉണ്ണിയപ്പത്തിൻ്റെ 2 സൈഡും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഉണ്ണിയപ്പം എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ബാക്കിയുള്ള ബാറ്റർ പോർഷൻ കൂടി നമുക്ക് ഓരോ സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അരിയും ചെറുപഴവും ശർക്കരയും ഏലക്കാപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.